ഡാൻ ട്രച്ചൻബർഗ് സംവിധാനം ചെയ്ത സിനിമയാണ് പ്രിഡേറ്റർ ബാഡ് ലാൻഡ്സ്. പ്രിഡേറ്ററിൻ്റെ ആദ്യത്തെ അർണോൾഡ് വന്ന പ്രിഡേറ്റർ ഉണ്ടല്ലോ, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ വന്ന സിനിമകൾ ഇദ്ദേഹത്തിന് തന്നെ ഇങ്ങനത്തെ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഫ്രാഞ്ചൈസി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 2-3 വരുന്ന സിനിമകളൊന്നും അധികം അങ്ങനെ ഫോളോ ചെയ്യാറില്ല. പ്രിഡേറ്റർ ഓക്കെ ആയിരുന്നു, പഴയ സാധനം, ഒരു ടെററായിരുന്നു. ഇപ്പോഴും ഇത് കാണാൻ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞതുകൊണ്ടും മുമ്പത്തെ പടങ്ങളൊന്നും കാണേണ്ട കാര്യമില്ല എന്ന് അറിഞ്ഞത് കൊണ്ടും മാത്രമാണ് ഈ സിനിമ 4DXൽ കാണാൻ പറ്റിയത്. 4DXൽ PVRൻ്റെ പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് 50 രൂപയ്ക്ക് കാണാൻ പറ്റി. പക്ഷെ പോയിരുന്ന് ഈ എനിക്ക് പ്രെഡേറ്റർ കണ്ടിട്ടുണ്ടെങ്കിലും വലുതായിട്ട് ഓർമ്മയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒന്നും കണ്ടില്ല എങ്കിൽ പോലും ഇതിന് മനസ്സിലാവാൻ വേറെ വിഷയമൊന്നുമില്ല. ബാക്കി ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടാവും, പക്ഷെ നമുക്കത് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും വലിയ വ്യക്തത. ഇതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലൊരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ അതാണ് ഇതിൻ്റെ ജോൺറ. അതിനപ്പുറം നമുക്ക് ഒരു സർവൈവൽ ത്രില്ലറായിട്ട് കാണാം. മാസ് പടം ഉണ്ടല്ലോ, നമ്മൾ ഇവിടുത്തെ വിജയനൊക്കെ എടുത്ത മാസ് പടം, അങ്ങനെ കാണാം. എങ്ങനെ വേണമെങ്കിലും ഇത് കാണാം. ഫാൻറ്റസി ഒരു രക്ഷയില്ല. ബാക്ക് ടു ബാക്ക് ആക്ഷൻ അഡ്വഞ്ചർ സീനുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ബാക്ക് ടു ബാക്ക്. അത് ചുമ്മാ കാണിച്ച് പോകണം. എന്നാൽ കഥയ്ക്കൊരു ഫ്ലോ ഉണ്ട്, അതിനനുസരിച്ച് തന്നെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം സീറ്റഡ് സീനുകളാണ്, അതാണ് എൻ്റെ പ്രത്യേകത. അത് ഡെലിവർ ചെയ്യണം. അതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, അതിൻ്റെ 3D, അതിൻ്റെ സൗണ്ട് ഡിസൈനിങ്, അതിൻ്റെ CGI, ഒരു രക്ഷയില്ല CGI. ഇതിൽ വരുന്ന നമ്മുടെ മെയിൻ പ്രൊഡക്ടർ ഉണ്ടല്ലോ, ഇതിൽ പ്രൊഡക്ടർ നായകനാണ് കേട്ടോ, വില്ലനല്ല. പ്രൊഡക്ടറിൻ്റെ ഒരു ജേണിയാണ് കാണിക്കുന്നത്. പ്രൊഡക്ടറിന് ഫ്രണ്ടിൽ ഇവിടെ 2 കോന്ത്രപ്പല്ലുണ്ട്. ഇങ്ങനെ മറ്റേ കരിച്ചയെ പോലെ ഇങ്ങനെ നനങ്ങും. പക്ഷെ അവ കാണുമ്പോൾ തന്നെ ഒരു ക്രൂര മുഖം നമുക്ക് ഫീൽ ചെയ്യും. ഈ ക്രൂര മുഖത്ത് നിന്നുകൊണ്ട് എക്സ്പ്രഷൻസ് ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് മൊത്തത്തിൽ ഒരു കലിപ്പും ഇതല്ലേ പറ്റുള്ളൂ. എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ചില്ലറ പണിയില്ല. അത് CGയിൽ എന്ത് രസമായിട്ടാണ്, എൻ്റെ ഇമോഷൻസ് നമുക്ക് ക്യാരി ആവും. അത്രയും രസമായിട്ട് ആ എക്സ്പ്രഷൻ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരുടെ ഒരിടത്തും ആർട്ടിഫിഷ്യാലിറ്റി തോന്നാതെ വളരെ വൃത്തിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആ പ്രെഡേറ്ററിൻ്റെ ഫാമിലിയുടെ വിഷയങ്ങളുണ്ട്. അവിടെ നിന്ന് ഒരു മിഷൻ പൂർത്തീകരണത്തിനായിട്ട് വേറൊരു ടെറൈനിലേക്ക്, ബാഡ് ലാൻഡിലേക്ക് വരികയാണ്. അതിനുവേണ്ടി വന്നതല്ല, അവിചാരിതമായിട്ട് അവിടെ എത്തിപ്പെട്ടു. പക്ഷേ അത് അവൻ്റെ നിലനിൽപ്പിന് ആ മിഷൻ പൂർത്തീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ നിൽക്കുകയാണ് നമ്മുടെ പ്രെഡേറ്റർ. അത് എത്തിച്ചേരുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ കാണാനുള്ളത്. അത് ബാഡ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വള്ളി പിടിച്ച ഒരു സ്ഥലം, എവിടെ തിരിഞ്ഞാലും അപകടങ്ങൾ മാത്രം, എവിടെ ചുമ്മാ ഇരുന്നാലും അപകടം, അങ്ങനത്തെ ഒരു സ്ഥലമാണത്. എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ക്രീച്ചേഴ്സ് ഉണ്ട്, കുറേ സ്പീഷീസ്. ഇതൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത പുതുമയുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. പുതിയ അവരുടെ ക്രിയേറ്റീവായിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവരും. ചെടികളുണ്ട്, എൻ്റെ അപ്പോൾ അപരാധം പിടിച്ച ചെടികളും എല്ലാം, എങ്ങനെ നോക്കിയാലും എവിടെ കൂടിയെങ്കിലും നമ്മൾ കുരുക്കിട്ട് മുറുക്കുന്ന സാധനങ്ങൾ, അങ്ങനത്തെ നെപ്പന്തീസ്, അങ്ങനെ കുറേ ചെടികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് വാള് കണക്കിനിരിക്കുന്ന പുല്ലുകൾ, ഇങ്ങനെ കുറേ സാധനങ്ങൾ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് പുതുമയുണ്ട്. അതിൽ നിന്ന് ഇയാൾ എങ്ങനെ സർവേ ചെയ്ത് പോകുന്നു, അതിൻ്റെ ആക്ഷൻ ബ്ലോക്കിലൊക്കെ എടുത്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാതെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ തീയ എന്നുള്ള ഒരു റോബോട്ടുമായിട്ട് ഇദ്ദേഹത്തിന് ഒരു കെമിസ്ട്രി രൂപപ്പെടുന്നുണ്ട്. അത് നല്ലതായിട്ട് ആ ബോണ്ടിങ് വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇതിൽ ആപ്പടെ കുറച്ച് ആൾക്കാരെ ടീമേ ഉള്ളൂ, അതിനൊക്കെ കറക്റ്റായിട്ട് ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു വിക്രമാദിത്യൻ, വേതാളം, അതുപോലെ പഞ്ചതന്ത്ര കഥയിലെ ഒരു സാധനം അവിടെ നിന്ന് റെഫർ ചെയ്തെടുത്താണെന്ന് പോലും നമുക്ക് തോന്നിപ്പോൾ ചില സീനുകൾ കണ്ടു കഴിഞ്ഞാൽ. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അഡ്വഞ്ചർ, സർവൈവൽ, അങ്ങനെ പോകുമ്പോൾ വേറൊരു സാധനം പറഞ്ഞുണ്ട്, ഒരു ജീവി. അതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, സ്പോയിലറാണ്. അത് ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് സിനിമയിൽ. അങ്ങനെ പോയിട്ട് ഇതിന് പ്രോപ്പറായിട്ട് ഒരു കറക്റ്റ് സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനുണ്ട്. ഇടയ്ക്ക് അവരുടെ കഥ പറച്ചിലുണ്ട്. തീയയ്ക്ക് വേറൊരു ഫ്രണ്ടുണ്ട്, സിസ്റ്റർ പോലത്തെ ഒരു സംഭവം, അതിൻ്റെ കാര്യം എന്താണ്, ഇങ്ങനെയൊക്കെ കുറച്ച് കഥകൾ പറയാൻ കുറച്ച് സമയം അത് വേണം. പക്ഷേ കുറച്ച് സമയം സ്ലോ ആയിട്ട്, പക്ഷേ ബാക്കിയെല്ലാ സമയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആക്ഷൻ ബ്ലോക്കുകൾ വന്നുകൊണ്ടിരിക്കണം. അത് നല്ല റിച്ചായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ കാണാത്ത ഒരു പുതുമയുള്ള സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ കൗതുകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ വന്ന് ക്ലീശയായിട്ട് ചെയ്തു വയ്ക്കുന്ന കാര്യമില്ല, പുതുമയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. അത് ഇപ്പം കുട്ടിയൊക്കെ വേണമെങ്കിലും കാണാം. വേറെ വയലൻസ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, എന്നാൽ ഫുൾ ആക്ഷനാണ്. അത് ക്ലൈമാക്സ് ഒക്കെ എടുത്തിരിക്കുന്നത്, ടൈലൻ്റ് എടുത്തിരിക്കുന്നതൊക്കെ വളരെ ഗൂസ് ബംസ്, ഇങ്ങനെ കൈ അടിച്ച് പറ്റിടാൻ നമുക്ക് അങ്ങനെ വിളിച്ച് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലൈമാക്സുകളൊക്കെ സിനിമയിലുണ്ട്. അങ്ങനെ 100% സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു കിഡിലൻ ഹൈ വോൾട്ടേജ് തിയേറ്റർ എക്സ്പീരിയൻസ്, വിഷ്വൽ ട്രീറ്റ്, വിഷ്വൽ മാജിക്, VFXൻ്റെ കളി, എല്ലാം തന്നിട്ടുള്ള ഈ വർഷം കണ്ടതിൽ ഏറ്റവും മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സിനിമയാണ് പ്രെഡേറ്റർ ബാഡ് ലാൻഡ്സ്. മറ്റു പടങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ചുമ്മാ ഈ വേറെ ഒരു പ്രെഡേറ്റർ, അർണോൾഡിൻ്റെ പ്രെഡേറ്റർ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് ചുമ്മാ പോയി കണ്ടാൽ പോലും നിങ്ങൾക്ക് ഒരു ഗൂസ് ബംസ് ഉണ്ടാവും തീർച്ചയായിട്ടും. എന്തരാ വരട്ടെ.